ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അങ്ങനെ ചന്ദ്രിക പുതിയൊരു കോൺഫിഡൻസോട് കൂടി പിറ്റേന്ന് വീണ്ടും അതേപോലെ തന്നെ എല്ലാ ഷോപ്പുകളിലും കയറി ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ അന്നത്തെ ദിവസം ആദ്യം തന്നെ വന്ന ഷോപ്പിൽ അവിടുത്തെ മുതലാളി അവളോട് നന്നായിട്ടാണ് പെരുമാറുന്നത്. അവൾ സംസാരിക്കുന്നതൊക്കെ അദ്ദേഹം കേൾക്കാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രിക അവൾ വന്ന ഉദ്ദേശം പറഞ്ഞു കൊടുക്കുകയാണ്. ഞാനിങ്ങനെ പുതിയതായിട്ടൊരു ചെറിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചന്ദ്രികയ്ക്ക് തൊണ്ട ഇടറുകയാണ്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് കുറച്ച് വെള്ളം കുടിക്കാൻ തരുമോയെന്ന്. അപ്പോൾ അദ്ദേഹം വേഗം വെള്ളം എടുത്തു കൊടുക്കുകയാണ്. എന്തോ ചന്ദ്രികയോട് അയാൾക്ക് ഒരു സഹതാപം തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചന്ദ്രികയോട് സംസാരം അയാൾ ക്ഷമയോടെ കേട്ട് നിൽക്കുകയാണ്. വെള്ളം കുടിച്ചതിന് ശേഷം ചന്ദ്രിക പറയുന്നുണ്ട്, സാർ നിങ്ങൾ പുതിയതായിട്ടൊരു കമ്പനി തുടങ്ങാൻ പോകുന്നു എന്ന് ഞാൻ കേട്ടു. അതെ, ഞങ്ങൾ പുതുതായിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, അയാളും പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രിക വിനയത്തോടെ പറയാണ്, നിങ്ങൾ പുതുതായിട്ട് തുടങ്ങുന്ന റെഡിമെയ്ഡ് ഷോപ്പിലേക്ക് വേണ്ടുന്ന എല്ലാ ഡ്രസ്സുകളും ഞങ്ങൾ സ്റ്റിച്ച് ചെയ്ത് തരാമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ആ ഓർഡർ ഞങ്ങൾക്ക് തരുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് കേട്ടതും അദ്ദേഹത്തിൻ്റെ മുഖം ആകെ ഒന്ന് വാടുകയാണ്. അത് കണ്ടതും ചന്ദ്രികയും ആകെ ഡെസ്പാവുന്നുണ്ട്. പിന്നെ അദ്ദേഹം ചന്ദ്രികയോട് പറയുന്നുണ്ട്, സാധാരണയായിട്ട് ഞങ്ങൾ തിരുപ്പൂരാണ് എല്ലാ ഡ്രസ്സിനുള്ള ഓർഡർ കൊടുക്കാറ്. നിങ്ങളാണെങ്കിൽ പുതിയതായിട്ട് വന്നതുമാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. അപ്പോൾ ചന്ദ്രിക വീണ്ടും പ്രതീക്ഷയോടെ ചോദിക്കുകയാണ്, സർ ഒരേ ഒരു പ്രാവശ്യം ഞങ്ങൾക്കൊന്ന് ഓർഡർ തന്ന് നോക്കൂ സർ. നിങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്തു തരാം. നിങ്ങൾ ഏത് ഡിസൈനും ഏത് മോഡലും പറഞ്ഞാലും ഞാൻ അതുപോലെ ചെയ്തു തരാം സർ. ഞാൻ എല്ലാ ഡിസൈനും ചെയ്യും. ചന്ദ്രിക ഉറച്ചൊരു ആത്മവിശ്വാസത്തോടെയാണ് സംസാരിക്കുന്നത്. ചന്ദ്രികയുടെ സംസാരത്തിൽ ആ ഒരു കോൺഫിഡൻസ് കാണുമ്പോൾ തന്നെ അദ്ദേഹം ചന്ദ്രികയെ കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ്. പുഞ്ചിരിച്ചുകൊണ്ട് ചന്ദ്രിക പറയുന്നുണ്ട്, ലേഡീസിൻ്റെ ബ്ലൗസൊക്കെ ഞാൻ നന്നായിട്ട് ഡിസൈൻ ചെയ്യും. ഞാൻ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യും. അത് നിങ്ങൾ ഡിസ്പ്ലേയിൽ വെച്ചാൽ മാത്രം മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല ഓർഡറുകൾ കിട്ടും. ചന്ദ്രിക പറയുന്നതൊക്കെ അദ്ദേഹം ശ്രദ്ധയോടെ കേട്ട് നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു അച്ഛൻ മകളോടുള്ള വാത്സല്യത്തോടെ പോലെയാണ് അദ്ദേഹം കേട്ട് നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, സാർ കുറച്ചു സമയം ഞാൻ എൻ്റെ കാറ്റലോഗ് കാണിച്ചു തരാം. എന്നിട്ട് അവൾ വേഗം തന്നെ ബാഗ് തുറന്നിട്ട് കാറ്റലോഗ് എടുത്തിട്ട് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ അദ്ദേഹം ഓരോ പേജ് മറിച്ച് നോക്കുന്നതിനനുസരിച്ച് അഭിമാനത്തോടെ പറയുന്നുണ്ട്, സർ ഇതിൽ കാണുന്ന എല്ലാ ഡിസൈൻസും ഞാൻ വരച്ചുണ്ടാക്കിയതാണ്. അപ്പോഴാണ് പെട്ടെന്ന് ആ ഷോപ്പിലുണ്ടായിരുന്ന ഒരു ലേഡി സ്റ്റാഫ് അതിലൂടെ പാസ് ചെയ്ത് പോയത്. പെട്ടെന്ന് ചന്ദ്രികയെ കണ്ടപ്പോൾ അവൾ സ്റ്റക്കായിട്ട് അവിടെ നിന്ന് നോക്കുന്നുണ്ട്, ഇതെന്താ ഇവിടെ എന്നൊരർത്ഥത്തിൽ. ആ സമയത്ത് ചന്ദ്രിക അവളുടെ കഴിവുകൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. സർ ഞാൻ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യും. ഓരോരുത്തരുടെ ബോഡി ഷേപ്പിനനുസരിച്ച് വളരെ ഭംഗിയോടുകൂടിയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഓരോ ഡിസൈനും അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തിട്ട് ചന്ദ്രിക പറയുന്നുണ്ട്, ഇതൊക്കെ ഇപ്പോഴത്തെ ഡിസൈനിനും ട്രെൻഡിനനുസരിച്ചിട്ടും എനിക്ക് ചെയ്യാൻ സാധിക്കും സർ. അപ്പോൾ അദ്ദേഹവും ചോദിക്കുന്നുണ്ട്, ഈ ഡിസൈൻസൊക്കെ നീ തന്നെ ചെയ്തതാണോ? അതെ സർ, ഒക്കെ ഞാൻ ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ഡിസൈൻസൊക്കെ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനൊക്കെ ഇഷ്ടപ്പെടും. ഈ ഡിസൈൻസൊക്കെ കാണുന്നവർക്കൊക്കെ ഒത്തിരി ഇഷ്ടാവുമെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. എന്തായാലും നീ എനിക്കൊരു ദിവസത്തെ സമയം തരൂ. ചന്ദ്രിക സങ്കടത്തോടെയാണെങ്കിലും തലയാട്ടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ആലോചിച്ചിട്ട് നിന്നെ വിളിച്ചോളാം കേട്ടോ. ആ ഒരു ഓർഡർ നഷ്ടപ്പെട്ടു എന്നാണ് ചന്ദ്രിക ചിന്തിക്കുന്നത്. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടുന്നുണ്ടെങ്കിൽ അവളുടെ മുഖത്തൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അവളോട് പറയാണ്, നിന്റെ കാർഡ് ഉണ്ടെങ്കിൽ തരൂ, വിസിറ്റിംഗ് കാർഡ് ഉണ്ടെങ്കിൽ തരൂ. ചന്ദ്രിക വേഗം തന്നെ ബാഗ് തുറന്നിട്ട് അവളുടെ വിസിറ്റിംഗ് കാർഡ് എടുത്തു കൊടുക്കുകയാണ്. ഇതൊക്കെ ആ ഒരു ലേഡി സ്റ്റാഫ് മാറി നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. കാർഡ് കൊടുത്തതിന് ശേഷം ചന്ദ്രിക വീണ്ടും അദ്ദേഹത്തോട് പറയുന്നുണ്ട്, സർ ദയവ് ചെയ്ത് എനിക്കൊരു അവസരം തരൂ സർ, പ്ലീസ് സർ. തീർച്ചയായിട്ടും മോളെ, എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ നിന്നെ സഹായിക്കാം. അദ്ദേഹവും വാത്സല്യത്തോടെ അവളോട് പറയുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ചന്ദ്രിക അവിടുന്ന് പോകുന്നുണ്ട്. ചന്ദ്രിക അവിടുന്ന് പോയതിനു ശേഷം ആ സ്റ്റാഫ് വന്നിട്ട് മുതലാളിയോട് ചോദിക്കുകയാണ്, സർ ആരാണ് ഇവിടുന്ന് ഇപ്പോൾ പോയത് സർ? അപ്പോൾ ചന്ദ്രിക പോയ ഭാഗത്തേക്ക് തന്നെ നോക്കിയിട്ട് അദ്ദേഹം ആ സ്റ്റാഫിനോട് പറയാണ്, നമ്മൾ പുതുതായിട്ട് തുടങ്ങുന്ന റെഡിമെയ്ഡ് ഷോപ്പിലേക്ക് വേണ്ടുന്ന ഡ്രസ്സുകളൊക്കെ ആ പെൺകുട്ടി സ്റ്റിച്ച് ചെയ്ത് തരാമെന്നാണ് പറയുന്നത്. ബ്ലൗസും ചുരിദാറും ജെൻസിൻ്റെ പാൻസും ലേഡീസ് കമ്മീസും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൾ ചെയ്യുന്ന പറയുന്നത്. പിന്നെ അവൾ കാണിച്ചു തന്ന ആ ഒരു കാറ്റലോഗിൽ ഒരുപാട് നല്ല നല്ല മോഡൽസുകളും ഉണ്ട്. എപ്പോഴും സാധാരണയായിട്ട് നമ്മൾ തിരുപ്പൂരിലാണ് ഓർഡർ കൊടുക്കാറ്. പക്ഷേ ഇത്തവണ ഈ പെൺകുട്ടിക്ക് കൊടുത്താലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ പെൺകുട്ടി നന്നായിട്ട് ഡിസൈൻ ചെയ്യുന്നുണ്ട്. ലേഡീസിൻ്റെ ബ്ലൗസൊക്കെ വളരെയധികം നല്ല ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഡിസ്പ്ലേയിൽ വെച്ചാൽ തന്നെ ഒരുപാട് ഓർഡറുകൾ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെയധികം ക്രിയേറ്റീവായിട്ടാണ് ആ കുട്ടി വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം ആ സ്റ്റാഫിനോട് ആ കാര്യങ്ങളൊക്കെ ചന്ദ്രികയെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ നല്ല ടാലൻ്റുള്ള പെൺകുട്ടിയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റാഫ് മുതലാളിയോട് പറയുന്നുണ്ട്, സർ ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. പുതിയതായിട്ട് വരുന്നവർക്ക് ഓർഡർ കൊടുക്കരുത് സർ. എന്തെങ്കിലും അബദ്ധം കാണിച്ചാൽ നമുക്കായിരിക്കും നഷ്ടം വരിക. അത് കേട്ടത് അദ്ദേഹം കുറച്ചൊരു ദേഷ്യത്തോടെയാണ് അവളോട് പിന്നീട് സംസാരിക്കുന്നത്. അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നീ പോയി നിന്റെ ജോലി ചെയ്യാൻ നോക്ക്. ശരി സർ എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റാഫ് അവിടെ നിന്ന് തിരിച്ച് കയറി പോവുകയാണ്.
പക്ഷെ അവൾ നേരെ പോയിട്ട് മറഞ്ഞു നിന്നിട്ട് മേഘയെ കോൾ ചെയ്യാണ്. മേഘ ഡ്രൈവിങ്ങിലായിരുന്നു. മേഘ കോൾ അറ്റൻഡ് ചെയ്യാണ്. ഹലോ, പറയൂ പവിത്ര. മേഘ മാഡം തിരക്കിലാണോ? എനിക്ക് മുഖ്യമായ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. അവൾ പറഞ്ഞപ്പോൾ മേഘ പറയുന്നുണ്ട്, പറയൂ പവിത്ര. ഞാൻ സംസാരിച്ചോട്ടെ? നീ പറയൂ എന്ന് പറയുന്ന സമയത്ത് അവിടെ ചന്ദ്രിക വന്നതും ആ മുതലാളിയായിട്ട് സംസാരിച്ചതും അദ്ദേഹം ചന്ദ്രികയിൽ കൺവിൻസിങ് ആയതും ഒക്കെ സംഭവിച്ച കാര്യങ്ങളും അതിനുശേഷം അവസാനമായിട്ട് ആ സ്റ്റാഫ് പോയിട്ട് ചന്ദ്രികയുടെ ഡിസൈൻസ് ഒന്നും എടുക്കണ്ട, പുതിയതായിട്ട് വന്ന ആൾക്കാരെ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം അവളോട് വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞ് മടക്കി അയച്ചത് വരെയുള്ള കാര്യങ്ങൾ മേഘയോട് സംസാരിക്കുകയാണ്. പവിത്ര പറഞ്ഞ ഓരോ കാര്യങ്ങൾ കേട്ടതും മേഘ വല്ലാതെ ഷോക്ക് ആവുകയാണ്. ചന്ദ്രിക പറഞ്ഞതുപോലെ തന്നെ ചെയ്യുമെന്നുള്ള പേടിയായിരുന്നു അവൾക്ക്. അതുമാത്രമല്ല, പവിത്ര പറയുന്നുണ്ട്, മുതലാളിയോട് സംസാരിച്ചിടത്തോളം ഞങ്ങൾ പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന റെഡിമെയ്ഡ് ഷോപ്പിലേക്ക് ചന്ദ്രികയെ കൊണ്ടാണ് ഡിസൈൻ ചെയ്യിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, അയ്യോ അയ്യോ, അവരോട് തിരക്ക് പിടിച്ച് ചന്ദ്രികയ്ക്ക് അങ്ങനെ ഒരു ഓർഡർ കൊടുക്കരുത് എന്ന് പറ. അപ്പോൾ പവിത്ര പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു, പക്ഷെ അദ്ദേഹം കേൾക്കുന്നൊരു മട്ടില്ല. മാഡം നേരിൽ വന്ന് മുതലാളിയെ കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ഓർഡർ മാഡത്തിന് തന്നെ തരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, ശരി, ഞാൻ നേരിട്ട് വന്ന് അദ്ദേഹത്തെ കണ്ടോളാം. മേഘ ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്യാണ്. അതിനുശേഷം അവൾ ചിന്തിക്കുന്നുണ്ട്, ചന്ദ്രിക പറഞ്ഞതുപോലെ ഒരാഴ്ചക്കുള്ളിൽ അവൾ വലിയൊരു സ്ഥാപനത്തിൻ്റെ ഒരു ഓർഡർ തന്നെ കൈക്കലാക്കുമെന്നാണ് തോന്നുന്നത്. പക്ഷെ ഒരു കാരണവശാലും അതിനവളെ അനുവദിച്ചുകൂടാ. എങ്ങനെയെങ്കിലും ആ ഷോപ്പിൽ പോയിട്ട് ആ ഓണറെ കണ്ടിട്ട് ചന്ദ്രികയ്ക്ക് ആ ഓർഡർ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കണം. മേഘ നേരെ ആ ഒരു റെഡിമെയ്ഡ് ഷോപ്പിലേക്ക് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോൾ പവിത്ര ഉണ്ടായിരുന്നു. പവിത്രയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഓണറായിട്ടുള്ള രാമചന്ദ്രനെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും, അദ്ദേഹം ഇവിടെ തന്നെയുണ്ട്, ഞാൻ പോയി വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഒന്നും അറിയാത്തതുപോലെ പവിത്ര പോയിട്ട് മുതലാളിയെ വിളിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അവിടെയുള്ളൊരു സ്റ്റാഫിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മഹേന്ദ്രൻ കമ്പനിയുടെ MD ആയിട്ടുള്ള മേഘ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ മേഘയും കൂട്ടിക്കൊണ്ട് പവിത്ര ആ മുതലാളിയുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹമാണെങ്കിൽ മേഘയോട് നന്നായിട്ട് തന്നെയാണ് പെരുമാറുന്നത്. മാത്രമല്ല, അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളുടെ കമ്പനിയെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ തന്നെ എൻ്റെ അടുത്ത് വന്നത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുകയാണ്. എനിക്കും നിങ്ങളെ കണ്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുമായിട്ട് ബിസിനസ്സിൻ്റെ ഒരു കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ഓഫീസ് മുറിയിൽ ഇരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് മേഘയും കൂട്ടിക്കൊണ്ട് അദ്ദേഹം മുറിയിലേക്ക് ഓഫീസ് റൂമിലേക്ക് പോവുകയാണ്. അതിനുശേഷം അവളോട് കുടിക്കാൻ എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. മേഘ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അത് നിരസിക്കുകയാണ്. ശരി, എങ്കിൽ നിങ്ങൾ വന്ന കാര്യം പറയൂ മാഡം. അദ്ദേഹം ബഹുമാനത്തോടെ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ മേഘയും ആ ഒരു വിനയത്തോടെ തന്നെ തിരിച്ചു പറയാണ്, സർ, ഇന്ന് തമിഴ്നാട്ടിലുള്ള ഒരുവിധം എല്ലാ റെഡിമെയ്ഡ് ഷോപ്പുകളിലേക്കും മെറ്റീരിയലുകൾ എത്തിക്കുന്നത് ഞങ്ങളുടെ കമ്പനിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കും അങ്ങനെ എല്ലാ ആൾക്കാർക്കുള്ള ഡ്രസ്സുകൾ ഞങ്ങളാണ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹവും പറയുന്നുണ്ട്, എനിക്കറിയാം മാഡം, ഞാൻ നിങ്ങളെപ്പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോഴാണ് മേഘ വിഷയത്തിലേക്ക് വരുന്നത്. നിങ്ങൾ പുതുതായിട്ടൊരു റെഡിമെയ്ഡ് ഷോപ്പ് തുടങ്ങുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. അവിടെ അത്യാവശ്യം ഡ്രസ്സുകളൊക്കെ വേണമെന്നും ഓർഡർ കൊടുക്കുന്നുണ്ടെന്നും എനിക്കറിയാൻ പറ്റി. നിങ്ങൾ പുതുതായിട്ട് തുടങ്ങുന്ന റെഡിമെയ്ഡ് ഷോപ്പിലേക്ക് ആവശ്യമുള്ള ഡ്രസ്സുകളൊക്കെ ഞങ്ങൾ തന്നെ ഡിസൈൻ ചെയ്ത് തരാമെന്ന് കരുതിയിട്ടാണ് ഞാൻ നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നത്. അത് കേട്ടതും അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആകെ ഒരു കൺഫ്യൂഷൻ നിറയുകയാണ്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണോ ഓർഡർ ചെയ്യുന്നത് ആ ഒരു രീതിയിലുള്ള എല്ലാ ഡിസൈൻസും നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിലക്കകത്ത് തന്നെ ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. അദ്ദേഹം ഒന്നും പറയാതെ മേഘ പറയുന്നതൊക്കെ ശ്രദ്ധയോടെ കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, നിങ്ങൾ എത്ര വലിയ ഓർഡർ തന്നാലും എത്ര ദിവസത്തിനകം വേണമെന്ന് പറഞ്ഞാലും എനിക്ക് അത് ചെയ്തു തരാൻ സാധിക്കും സർ. ഞങ്ങളുടെ കയ്യിൽ അതിനു വേണ്ടുന്ന ആളുകളും അതുപോലെ തന്നെ അതിനു വേണ്ടുന്ന മെഷീനുകളും അതിനു വേണ്ടിയുള്ള എക്സ്പേർട്സുകളും എല്ലാം ഉണ്ട്. അദ്ദേഹം ഒന്നും മിണ്ടാതെ തലകുനിച്ചിരിക്കുകയാണ്. ആകെ ഒരു സംശയത്തിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പോൾ മേഘ അത് മുതലാക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, സാർ എന്താ ആലോചിക്കുന്നത് സർ? അപ്പോൾ ബഹുമാനത്തോടെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇല്ല മാഡം, നിങ്ങൾ സ്റ്റിച്ചിങ്ങിൽ നമ്പർ 1 കമ്പനിയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ മറ്റൊരാൾക്ക് ഈ ഓർഡർ കൊടുക്കാമെന്ന് വാക്ക് കൊടുത്തുപോയി. അത് കേട്ടതും മേഘ ഒന്ന് ചെറുതായിട്ട് ഷോക്ക് ആവുന്നുണ്ടായിരുന്നു. എന്നിട്ടും അവൾ പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്, എന്താ സർ, വാക്കല്ലേ കൊടുത്തത്, അല്ലാണ്ട് അഡ്വാൻസ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. അവരെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഈ ഓർഡർ തന്നു എന്ന് പറഞ്ഞാൽ പോരെ, അവരവരുടെ പാട്ടിന് പൊയ്ക്കോളൂലേ? അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇല്ല മാഡം, എന്നെക്കൊണ്ട് അങ്ങനെ പറയാൻ സാധിക്കില്ല. ഗ്രാമത്തിൽ നിന്നും ചന്ദ്രിക എന്നൊരു പെൺകുട്ടി വന്നിട്ട് ആരും അവൾക്ക് മുന്നിലില്ലാതെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്ന ഒരു ഒറ്റയാൾ പോരാട്ടമായി എൻ്റെ അടുത്ത് വന്നിട്ട് ഓർഡർ തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വിജയിക്കാനുള്ളൊരു ആവേശം ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ മുഖത്ത്. അങ്ങനെയുള്ളൊരു പാവപ്പെട്ട പെൺകുട്ടിക്ക് ഈ ഓർഡർ കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അത് കേട്ടതും മേഘ ഷോക്കാവുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനും ആ പെണ്ണിനെ പോലെ ഗ്രാമത്തിൽ നിന്നും വന്ന് കഷ്ടപ്പെട്ട് സമ്പാദിച്ചുണ്ടാക്കിയൊരു വ്യക്തിയാണ്. എന്തോ എനിക്ക് ആ പെൺകുട്ടിയെ കാണുമ്പോൾ എൻ്റെ ഒരു കുട്ടിക്കാലാണ് ഓർമ്മ വരുന്നത്. ആ കാലത്തിൽ എനിക്ക് വലിയൊരു മനുഷ്യനാണ് എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നത്. എന്തോ ഇപ്പോൾ ആ പെൺകുട്ടിക്ക് ഞാൻ സഹായി ആവണമെന്ന് എനിക്ക് തോന്നുവാണ്. നിങ്ങൾ ഈ ബിസിനസ്സിൽ നമ്പർ 1 ആണ്. നിങ്ങൾക്ക് ഈ ഓർഡർ അല്ലെങ്കിൽ ഒരുപാട് ഓർഡറുകൾ വേറെയും കിട്ടും. പക്ഷേ ആ പെണ്ണിന് ഇതല്ലാതെ മറ്റൊരു ഓർഡർ കിട്ടില്ല.
അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ ഓർഡർ ചന്ദ്രയ്ക്ക് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുഴുവനായിട്ട് കേട്ടതിന് ശേഷം മേഘ പരിഹാസത്തോടെ പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക് സാർ, നിങ്ങൾക്ക് ആ ചന്ദ്രികയെക്കുറിച്ച് മുഴുവനായിട്ട് അറിയില്ല. അറിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഓർഡർ അവൾക്ക് കൊടുക്കില്ലായിരുന്നു. സാർ, അവളുടെ കമ്പനിയിൽ മാൻ പവർ ഇല്ല. അതുമാത്രമല്ല, ഒരുപാട് മെഷീനുകളൊന്നുമില്ല. അങ്ങനെയുള്ള ഒരാളെ വിശ്വസിച്ച് നിങ്ങൾ ഇത്രയും വലിയൊരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് അവർക്ക് ഈ ഓർഡർ പൂർത്തീകരിക്കാൻ സാധിക്കില്ല. നിങ്ങൾ ആവശ്യമില്ലാതെ ഒരു വിഡ്ഢിത്തം കാണിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഇല്ല മാഡം, നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. ചന്ദ്രികയുടെ കണ്ണിൽ വിജയിക്കണം എന്നുള്ളൊരു ദൃഢനിശ്ചയം ഞാൻ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ആ പെൺകുട്ടി പറഞ്ഞ അവധിക്കുള്ളിൽ തന്നെ എനിക്ക് ഈ വർക്ക് പൂർത്തിയാക്കി തരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീണ്ടും മേഘ അദ്ദേഹത്തോട് പറയാണ്, എന്താ സാർ ഇത്, തമിഴ്നാട്ടിലെ നമ്പർ 1 കമ്പനിയായിട്ടുള്ള മഹേന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് കമ്പനി നിങ്ങളെ തേടി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അതിനൊന്നും മറുപടി ഒന്നും പറയാതെ ഗൗരവത്തിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, സർ, നിങ്ങൾ പറയുന്നത് പോലെ അവർക്ക് നിങ്ങളുടെ ആ വർക്ക് പൂർത്തീകരിച്ചു തരാൻ സാധിക്കില്ല. കാരണം അതിനുള്ള അറിവോ അതിനുള്ള എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അതിനുള്ള മെറ്റീരിയൽസോ ഒന്നും തന്നെ അവരുടെ കയ്യിലില്ല. പിന്നെ എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ അവൾക്ക് ഓർഡർ കൊടുക്കുന്നത്? ആ ചന്ദ്രികയ്ക്ക് നിങ്ങൾ എത്രയാണോ എമൗണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു 20% കുറച്ചിട്ട് എനിക്ക് തന്നാൽ മതി. ഞാൻ ആ ഓർഡർ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്തു തരാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടായിരുന്നു. അത് മേഘ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. പക്ഷേ കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം അദ്ദേഹം വീണ്ടും മേഘയോട് പറയുന്നുണ്ട്, ഇല്ല മാഡം, എന്നോട് ക്ഷമിക്കണം, ഞാൻ ചന്ദ്രികയ്ക്ക് വാക്ക് കൊടുത്തുപോയി. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ഓർഡർ നിങ്ങൾ ഒഴിവാക്കിയേക്ക്. എനിക്ക് എപ്പോഴും എൻ്റെ വാക്കാണ് ഏറ്റവും വിലയേറിയത്. ഞാൻ കൊടുത്ത വാക്ക് എനിക്ക് തെറ്റിക്കാൻ സാധിക്കില്ല. അപ്പോഴേക്കും പിന്നെ മേഘയുടെ ആ ഒരു ഭാവമൊക്കെ മാറുകയാണ്. അവൾ പരിഹാസത്തോടെ പറയുന്നുണ്ട്, എങ്കിൽ ഇപ്പം ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ടെക്സ്റ്റൈൽസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഡിസ്പ്ലേയിൽ വെക്കാനുള്ള ഒരു ചെറിയ കഷ്ണം തുണി പോലും നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ കാത്തിരുന്ന് കണ്ടോ, ഞാൻ പറഞ്ഞതേ നടക്കുള്ളൂ. അപ്പോഴും അദ്ദേഹം കോൺഫിഡൻസോടെ പറയാണ്, ഇല്ല മാഡം, എനിക്ക് ചന്ദ്രികയുടെ മേൽ നല്ല വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ഈ പ്രൊജക്റ്റ് ചന്ദ്രിക നല്ല രീതിയിൽ ചെയ്തു തീർക്കും. അപ്പോൾ മേഘ പരിഹാസത്തോടെ പറയുന്നുണ്ട്, നിങ്ങളോട് ഇത്ര നേരം സംസാരിച്ചിട്ട് എൻ്റെ സമയം വേസ്റ്റായി. പക്ഷെ അദ്ദേഹവും പുച്ഛത്തോടെ തലതിരിക്കുകയാണ്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, നിങ്ങളെപ്പോലുള്ളവരോട് സംസാരിച്ചിട്ട് എൻ്റെ വിലയേറിയ സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പോകുവാണ് എന്ന് പറഞ്ഞ് എഴുന്നേറ്റിട്ട് കൂളിംഗ് ഗ്ലാസ് എടുത്ത് കണ്ണിന് വെക്കുകയാണ്. എന്നിട്ട് ഒരു ലാസ്റ്റ് ഡയലോഗ് പോലെ പറയുന്നുണ്ട്, നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, അനുഭവിച്ചാലേ മനസ്സിലാവൂ. ഒരു ഭീഷണിയുടെ സ്വരം അതിലുണ്ടായിരുന്നു. മേഘ പോയതിനു ശേഷം അദ്ദേഹം കുറച്ചു നേരം അത് ആലോചിച്ചിരിക്കുകയാണ്. അതേസമയം വീട്ടിൽ ജാനകിക്കുള്ള ജ്യൂസും കൊണ്ട് വന്നതാണ് വാസു. പിന്നാലെ തന്നെ ആരതിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കുമ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, കല്യാണത്തിനുള്ള ദിവസം അടുക്കുകയാണല്ലോ, അപ്പോൾ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ വാസു പറയുന്നുണ്ട്, പണ്ടത്തെ കാലം പോലെ അല്ലല്ലോ, ഇപ്പോൾ കാലമായിട്ട് ഒരുപാട് പുരോഗമിച്ചല്ലോ. വീട്ടിലിരുന്നിട്ട് ഒരു ഫോൺ കോളിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോഴേക്കും കയ്യിലൊരു കവറുമായിട്ട് മേഘ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്താ അങ്കിൾ, ആരതിയുടെ കല്യാണ നിശ്ചയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ വാസു പറയുന്നുണ്ട്, ആരതിയുടെ കല്യാണ നിശ്ചയം മാത്രമല്ല, അന്ന് തന്നെയല്ലേ നിൻ്റെയും സിദ്ധുവിൻ്റെയും കല്യാണ നിശ്ചയം. അത് കേട്ടതും മേഘ ഒരു നാണത്തോടെ നിൽക്കുകയാണ്. മേഘയുടെ നാണത്തോടെയുള്ള പുഞ്ചിരി കണ്ടപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, കയ്യിൽ എന്താ ഉള്ളതെന്ന്. അപ്പോൾ മേഘ ആരതിയോട് ചോദിക്കുകയാണ്, എൻ്റെ കയ്യിൽ എന്താണെന്ന് പറയാൻ പറ്റുമോയെന്ന്. അപ്പോൾ ആരതി കുറച്ചു നേരം ആലോചിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, കല്യാണ നിശ്ചയത്തിനുള്ള ഇൻവിറ്റേഷൻ ലെറ്റർ ആണോ എന്ന്. അമ്പോ, എത്ര പെട്ടെന്ന് നീ മനസ്സിലാക്കിയെന്ന് പറഞ്ഞിട്ട് ആരതിക്ക് കൊടുക്കുകയാണ്. പിന്നെ അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് ജാനകിക്കും വാസുവിനും കൊടുക്കുന്നുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് നോക്കുന്ന സമയത്ത് അവരെല്ലാവരും അതിശയിച്ചു പോവുകയാണ്. കാരണം അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കാർഡായിരുന്നു അത്. ഇത്രയും വില കൂടിയ കാർഡൊക്കെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ മോളെ, ജാനകി ചോദിക്കുന്നുണ്ട്. അപ്പം മേഘ സ്നേഹത്തോടെ പറയാണ്, അത് സാരമില്ല അമ്മായി, ഞാൻ നമ്മുടെ ആരതിക്ക് വേണ്ടിയിട്ടാണല്ലോ ചെയ്തത്. നിനക്ക് ഇഷ്ടപ്പെട്ടോ ആരതി? എന്ത് ചോദ്യം മേഘ ഇത്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ആരതിയും പറയാണ്. എന്നാലും ഇത്രയും വില കൂടിയ കാർഡ് ആരതിക്ക് വേണ്ടിയിട്ട് മോള് എന്നൊക്കെ വാസുവൊക്കെ പുകഴ്ത്തുന്നുണ്ട്. എന്താ അങ്കിൾ ഇത്, അതൊന്നും സാരമില്ല എന്നൊക്കെ പറഞ്ഞ് മേഘ വലിയ ആളാവുകയാണ്. നിങ്ങൾ എനിക്ക് ചെയ്തു തന്ന സഹായം തന്നെ വലിയൊരു കാര്യമാണല്ലോ, സിദ്ധാർത്ഥിനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, തീർച്ചയായിട്ടും സിദ്ധുവിന് ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീ തന്നെ ആയിരിക്കുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ മേഘക്ക് ഒത്തിരി സന്തോഷമാവുകയാണ്. ഈ ജന്മം മുഴുവൻ നിങ്ങളോട് കടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകിയുടെ കാലൊക്കെ തൊട്ട് തൊഴുതിട്ടാണ് മേഘ പോകുന്നത്. മേഘ പോയതിനു ശേഷം വാസു ആരതിയും ജാനകിയും കൂടെ പറയുന്നുണ്ട്, എന്തായാലും ഒരു 1000-ന് മേലെ ഒരു കാർഡിന് തന്നെ വില ഉണ്ടാവും, കാരണം അത്രയും വില കൂടിയ കാർഡാണ്. അപ്പോൾ വാസു ജാനകിയോട് പറയാണ്, ഇതിപ്പോൾ നിൻ്റെ ഏട്ടൻ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു, എന്തെങ്കിലും കടമ മുടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നല്ലാതെ. അങ്ങനെ പിറ്റേന്ന് ഓഫീസിൽ ചന്ദ്രികയും മേഘയും ക്യാബിനിലിരിക്കുന്ന സമയത്ത് സ്റ്റാഫ് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഒരു ക്ലയൻറ്റ് വന്നിട്ടുണ്ട് ചന്ദ്രികയെ കാണാമെന്ന്.
അപ്പോൾ അദ്ദേഹത്തോട് അകത്തേക്ക് വരാൻ വേണ്ടി ചന്ദ്രിക പറയുകയാണ്. ആ സമയത്ത് മേഘ ചിന്തിക്കുന്നുണ്ട്, ഞാൻ ഇത്രയും പറഞ്ഞിട്ടും അദ്ദേഹം വീണ്ടും ഇവളെ കാണാൻ വേണ്ടി വന്നോ? അപ്പോൾ അദ്ദേഹം ക്യാബിനിലേക്ക് വന്നതും ആദ്യം തന്നെ കാണുന്നത് മേഘയാണ്. അപ്പോഴാണ് അദ്ദേഹം മേഘയെ ഒന്ന് കുറച്ചൊരു ഗൗരവത്തോടെ നോക്കുന്നുണ്ട്. നേരെ ചന്ദ്രികയുടെ അടുത്ത് പോയപ്പോൾ ചന്ദ്രിക അദ്ദേഹത്തോട് ഇരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, നിങ്ങളൊന്ന് എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കാണുമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അത് സാരമില്ല മോളെ, നിനക്ക് അഡ്വാൻസ് തരാൻ വേണ്ടിയാണ് വന്നത്. അത് കേട്ടതും ചന്ദ്രികയ്ക്ക് വല്ലാത്ത സന്തോഷവും സങ്കടവും ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ചന്ദ്രിക, നിന്റെ ദൃഢനിശ്ചയം കണ്ടിട്ടാണ് ഈ ഓർഡർ ഞാൻ നിനക്ക് തരുന്നത്. അത് പെർഫെക്റ്റ് ആയിട്ട് നീ ചെയ്തു തരുന്നു ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ ചന്ദ്രിക പറയുന്നുണ്ട്, തീർച്ചയായിട്ടും അത് ഞാൻ നന്നായിട്ട് തന്നെ ചെയ്തു തരും സർ. ഇനി 20 ദിവസം മാത്രമേ ഉള്ളൂ എൻ്റെ പുതിയ റെഡിമെയ്ഡ് ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി. അതിൻ്റെ 2 ദിവസം മുൻപ് തന്നെ നീ എല്ലാ ഡ്രസ്സുകളും എനിക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഡിസ്പ്ലേ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും സർ, നിങ്ങൾ പറഞ്ഞ ദിവസത്തിനകം തന്നെ ഞാൻ എന്ത് തന്നെയാലും ഈ വർക്ക് പൂർത്തിയാക്കും. ചന്ദ്രിക ആത്മവിശ്വാസത്തോടെ പറയുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.